ഹായ് ഓൾ. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയുടെ ഡയറക്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. സർ, വെൽക്കം. താങ്ക് യു. ആദ്യം തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഈ ഒരു സിനിമയുടെ ഡയറക്ഷൻ പ്ലസ് സ്റ്റോറി സാറാണ് എഴുതിയത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സിനിമ ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്? സിനിമ ചെയ്യാനുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞു. അപ്പം ഈ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരേ പേരുടെ പാഷനാണ്. അപ്പൊ ഞാൻ US സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഷോർട്ട് മൂവി, ഫീച്ചർ ഫിലിം, അങ്ങനെ ഇംഗ്ലീഷ് മൂവി. അത് കഴിഞ്ഞ് ഞാൻ മലയാളത്തിലെ ആളായതുകൊണ്ട് മലയാളത്തിന്റെ ഒരു സിനിമ ചെയ്യാൻ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവും. മലയാളത്തിലൊരു സിനിമ അല്ലേ? ഇപ്പൊ ഏത് ലാംഗ്വേജ് നമ്മൾ സിനിമ ചെയ്താലും മലയാളത്തിൽ വന്നിട്ട് നമ്മുടെ ലാംഗ്വേജ് വന്ന് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമ. അപ്പം ആ സിനിമ അതുകൊണ്ടാണ് ആ സിനിമ ചെയ്യാൻ. അപ്പോ ഇപ്പൊ ഇംഗ്ലീഷ് താമസവും എല്ലാം USA അതെ, US ഞാനിവിടെ വരും, ഷൂട്ട് ചെയ്യുന്ന തിരിച്ചു പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യം, ഇപ്പൊ 5ാമത്തെ പ്രാവശ്യം ഞാൻ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഉടനെ തിരിച്ചു പോകും. ഇംഗ്ലീഷിലാണ്. അത് പോസ്റ്റ് പ്രൊഡക്ഷനാണ്. വാക്ക് ടു ടാങ്കോ, സസ്പെൻസ് ത്രില്ലർ, മർഡർ മിസ്റ്ററി. മലയാളത്തിലും ഇംഗ്ലീഷും ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലെ ആക്ടേഴ്സും മലയാളത്തിലെ ആക്ടേഴ്സും ഈ ചെയ്യുന്ന പ്രസന്റേഷനും അതുപോലെ തന്നെ ആ രീതികളും പ്രൊഡക്ഷനും ഒക്കെ അല്പം ഡിഫറെന്റ് ആണ്. ബേസിക്കലി സെയിം, പക്ഷെ വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് സിനിമ ചെയ്യുമ്പോഴുള്ള. ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ഉണ്ടാവും. അതെ, ഡിഫറെന്റ് സെറ്റപ്പാണ്. ഇപ്പോ ഇംഗ്ലീഷിൽ ചെയ്യുന്ന മൂവിയും ഒരു സസ്പെൻസ് ത്രില്ലർ ആണെന്ന് പറഞ്ഞല്ലോ. സോ നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ പ്രണയവും ഒരു സസ്പെൻസ് ത്രില്ലർ ആണോ? അതോ ഇതിനകത്ത് മർഡർ ഇല്ല, സസ്പെൻസ് ത്രില്ലറാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ പ്രണയം? എന്തുകൊണ്ട് മോഡേൺ വേൾഡ് കുറച്ചും കൂടെ റിലേറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണോ? അല്ല, സ്മാർട്ട് ഫോൺ പ്രണയം എടുക്കാൻ കാരണം അവരൊരു കാരണം ഉണ്ടാക്കാറുണ്ട്. കാരണം ഇപ്പോഴെല്ലാവരും സ്മാർട്ട് ഫോണിലാണ് പ്രണയിച്ച് കണ്ടു തുടങ്ങുന്നത്, ചാറ്റ് ചെയ്ത് തുടങ്ങുന്നത്. എന്നിട്ട് അതിനുശേഷം അവർ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്ത് ചായമൊക്കെ പുരട്ടി അതിനകത്തൊരു കഥയുണ്ടാക്കി കുറെ ഇമാജിനേഷൻ ചേർത്ത് ആ ഒരു കഥയാണ് വരുന്നത്. അപ്പം ഇത് ആക്ച്വലി സംഭവിക്കുന്നതാണ്. പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള കഥകളുടെ ചേർത്ത് വെച്ചാണ് നമ്മൾ ഇതൊരു കഥ ഉണ്ടാക്കിയത്. അപ്പം രണ്ടുപേരും സ്മാർട്ട് ഫോണിൽ പ്രണയിക്കുന്നു, അതിനുശേഷം അവർ മീറ്റ് ചെയ്യുന്നു, അതിനുശേഷം സംഭവിക്കുന്ന സംഭവകരമായ കഥയാണ് സ്മാർട്ട് ഫോൺ പ്രണയം. ശരിക്കും സാറിന്റെ ഒപ്പീനിയനിൽ ശരിക്കും ഇപ്പത്തെ ഈ സ്മാർട്ട് ഫോണിലോടുള്ള പ്രണയമാണ്, അല്ലാതെ നമ്മളൊരു പണ്ടത്തെ കാലത്ത് ഒരു ടൈപ്പ് ഒരു ലവ് ഉണ്ടായിരുന്നില്ല, അതാണ് കുറച്ചും കൂടെ ജെന്യുവിൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇന്റിമേറ്റ് ആയിട്ട് തോന്നുന്നത്? ഈ പഴയ കാലഘട്ടത്തില് ഞാൻ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ പ്രണയത്തിന്റെ ഒരു സുഖം ആയിരിക്കില്ല. അതെ, അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അപ്പം ഈ സ്മാർട്ട് ഫോൺ പ്രണയിച്ചു തുടങ്ങുന്നതും ഒരു പ്രത്യേക അനുഭവമാണ്. ഇതിൽ ഏത് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. മറ്റേത് കുറെ കൂടെ കണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ അതിന് ജെനുവിറ്റി കൂടും. അതെ, അപ്പൊ ഒത്തിരി ജെനുവിൻ ആയിരിക്കും. അത് കുറച്ചുകൂടെ കാണും. അപ്പൊ ഒരു വല്ലാത്തൊരു മാധുര്യമുണ്ട് ഇതിനകത്ത്. അങ്ങനെ ഒരു മാധുര്യം, രണ്ടുപേരെ കാണുന്നു, സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു, പിന്നെ മീറ്റ് ചെയ്യുന്നു, പിന്നെ അവരങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ട്. ഇത് ആ സ്മാർട്ട് ഫോണിൽ പ്രണയിക്കുന്നതെന്ന് പറയുമ്പോൾ റിയലി അറിഞ്ഞിട്ടല്ല ഈ പ്രണയം. പെട്ടെന്ന് അവരുടെ സംസാരങ്ങൾ കൊണ്ട് അതെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. പക്ഷെ അതൊരു റിയൽ ലവ് ആണോ? പക്ഷെ അത് റിയൽ ആയിട്ട് അത് സീരിയസ് ആകാം. പക്ഷെ ആ തുടക്കത്തിലാണോ? മറ്റേത് കാണുവാണ്, നമ്മുടെ അടുത്തുള്ള ഒരാളിനെ കാണുവാണ്. അപ്പോൾ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് കണ്ണിലേക്ക് നോക്കുന്നു, അവളുടെ ചിരി കാണുന്നു. അതുപോലെ ആയിരിക്കില്ല ഇത് ചിരി നമ്മളെ ഇമോജി ആയിട്ട് അയച്ചു കൊടുക്കുകയാണ് ചിരിയും. അതെ, അപ്പൊ അത് മറ്റേത് ജെന്യുവൻ ആയിട്ട് റിയൽ ആയിട്ട് കാണുക. അപ്പൊ അത്ര ഒരു വ്യത്യാസമുണ്ട്.